കാത്തിരുന്ന പോലെയാണല്ലോ കോൾ അറ്റൻഡ് ചെയ്തേ. അല്ല, എന്റെ കയ്യിലിരിക്കായിരുന്നു ഫോൺ, അതാ. ഓ, ഞാൻ നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പോവും. അറിയാം. അല്ല, പോകുമ്പോ ഇവിടെ ഒന്ന് മിസ് ചെയ്യാറില്ലേ? അങ്ങനെ നോക്കിയാ ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും വിട്ടു നിൽക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാ. മേ ബി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അത് ശരിയാ. ഇനി ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും ഉള്ളതുപോലെ ആവില്ല. അതൊക്കെ പോട്ടെ, താൻ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഞാൻ പിക്ക് ചെയ്യാൻ വരണോ? അതൊന്നും വേണ്ട, ഞങ്ങള് കാറിലാ വന്നത്. ഓക്കെ, എന്നാ ഞാൻ വെക്കുക. ഗുഡ് നൈറ്റ്. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ, പുതിയ ആളെ കിട്ടിയില്ലേ. എനിക്ക് വിഷമമൊന്നുമില്ല. അയ്യേ, ഈ പെണ്ണിന് എന്ത്? പോയിട്ട് 2 ദിവസമായി, നേരെ ചൊവ്വ സംസാരിക്കാറ് പോലും ഇല്ല. അഥവാ എന്തെങ്കിലും ചോദിച്ചാലോ ബിസിനസ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞ് ഉടനെ കോള് കട്ട് ചെയ്യും. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കെട്ടുകഴിഞ്ഞും ഇതാണോ പ്ലാൻ? തിരക്കാവൂടി, ഞാൻ ഈ ഷോപ്പ് നടത്തും പോലെ അല്ലല്ലോ, അതുകൊണ്ട് ഞാനും പുള്ളിയെ ശല്യം ചെയ്യാറില്ല. അയ്യോ, നന്നായി, ചക്കിക്കൊത്ത ശങ്കരൻ. ഞാനിത് അങ്കിളിനോടും ആന്റിയോടും പറഞ്ഞാലുണ്ടല്ലോ, സത്യം ഇപ്പൊ ഇവിടെ പറന്നെത്തും. വേണോ? പൊന്നിഷ, അതൊരു പാവാടി, വിട്ടേക്കടി. ഓക്കെ. ആളെന്ന് ലാൻഡ് ചെയ്യും? കൃത്യമായിട്ട് അറിയില്ല, എന്നാലും എന്നെ വിളിക്കാന്ന് പറഞ്ഞു. എടി അഹങ്കാരി, എങ്ങനാടി ഇത്ര പെട്ടെന്ന് കള്ളാൻ പറയാൻ പറ്റുന്നത് നിനക്ക്? നിന്റെ ഫോൺ എന്ത് ചെയ്യും? സത്യ എത്ര പ്രാവശ്യം നിന്നെ കിടന്ന് വിളിച്ചു, നീ എന്താ കോളെടുക്കത്ത? എന്റെ ഫോൺ ചാർജ് തീർന്നു. നുണ, പച്ച കള്ളം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്, നിനക്ക് ഈ മാരേജിന് താല്പര്യമില്ലേ? അതല്ലടി, ദിവസം അടുക്കും തോറും എന്തോ ഒരു പേടി മനസ്സിന്. ദൈവത്തെ ഓർത്ത് നിന്റെ ഈ പേടി ഒന്ന് മാറ്റി വെക്കൂ. അവസാനം സത്യവും ഫാമിലിയും പറയും നിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആദ്യത്തെ ബന്ധം അങ്ങനെ പോയതെന്ന്. എനിക്കറിയില്ല. എന്തോ ഭാഗ്യം കൊണ്ടാ സത്യ അങ്കിളിനെ വിളിക്കാതെ എന്നെ വിളിച്ചത്. സത്യ നാളെ ഈവനിങ് ഫ്ലൈറ്റിന് വരും. ലച്ചു ചേച്ചി പറഞ്ഞു. നീ ഒന്നും ചിന്തിക്കണ്ട, സത്യം നല്ലവനാടി. നീ ഈ ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കൈകളിലാ, അത് മാത്രം ഓർത്താ മതി.